VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. ഇത് അമൃത മഴയാണ്. സ്വരമേളങ്ങളുടെ വർണ്ണ വിരുന്നിലേക്ക് നമ്മുടെ കോഴിക്കോടിന്റെ മിടുക്കി പാട്ടുകാരി വെൽക്കം അമൃത കുട്ടി ഓൺ സ്റ്റേജ്. ഹല ഹല ഹല. എന്താണ് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ് ആൻഡ് വൈറ്റ്? അതുകൊണ്ടാണല്ലേ? ഹായ് അമൃത കുട്ടി, സുഖമാണോ? ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതാരെ യേശുദാസ് സാറോ. മുഴുവൻ വെള്ളം ഇട്ട് എന്തായാലും നന്നായി പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓലത്തുമ്പത്തിരുന്നു
മികച്ച ഗാഡ്ജറ്റുകൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം കസ്റ്റമേഴ്സിന് മികച്ച സർവീസ് നൽകുന്നതിലും വേറൊരു റേഞ്ചാണ് മൈജി. അതിനായി മൈജി ഒരുക്കിയിരിക്കുകയാണ് മൈജി കെയർ റിപ്പയറിംഗ് സെന്ററുകൾ. മിതമായ സർവീസ് ചാർജിന് എല്ലാവിധ സുരക്ഷയോടും കൂടെയുള്ള സർവീസാണ് മൈജി നൽകുന്നത്. കൂടാതെ പണം തവണകളായി അടയ്ക്കാനുള്ള വായ്പാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക രീതിയിലുള്ള സർവീസ് സെന്ററുകളും വിദഗ്ധരായ പ്രൊഫഷനുകളും മൈജിയുടെ മുതൽക്കൂട്ടാണ്. സുതാര്യമായ ഗാഡ്ജറ്റിന്റെ സർവീസിംഗിനായി മൈജിയുടെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിലും മൈജി കെയർ സർവീസ് സെന്ററുകൾ പ്രവർത്തിക്കുന്നു. മൈജി സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. ഇതെല്ലാം അമൃതവർഷിണിയാണ് അല്ലേ? ആഹാ, ഇത്രയും ഒരു സ്റ്റേജില് ലോകമെമ്പാടും കാണുന്ന ഒരു ഷോ, അതില് എത്ര അമൃതവർഷിണിയാണ്. ഇത് അമൃത മഴയാണ്. ഒരുപാട് ഫോട്ടോസിന്റെ മഴ, ഒരുപാട് കാലങ്ങളുടെ മഴ, ഈ പാട്ടിന്റെയും മഴ. ഡാൻസേഴ്സ് വെരി ഗുഡ് ജോബ്. താങ്ക് യു. അമൃതക്കുട്ടി, എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോസ് ഒക്കെ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഞെട്ടിപ്പോയോ? എന്ത് ഫോട്ടോസാണ് ഇത്? എത്രാമത്തെ വയസ്സിലാണ്? 1-2 വയസ്സ്. അതൊരു 1.5 വയസ്സിലുള്ളതാണ്. അപ്പുറത്തെ അത് പിന്നെ 3.5 വയസ്സ്, പിന്നെ ഇവിടെ 2.5 വയസ്സ്. ശരിയാണോ? അതായിരിക്കണം. അമ്രോഡ്സിന് അച്ഛന്റെ ചായയാണോ കൂടുതൽ അതോ അമ്മയുടെയാണോ? ചെറുപ്പത്തിൽ അമ്മയുടെ ആയിരുന്നു, ഇപ്പൊ അച്ഛന്റെ ചായ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ഒരു 2 വെർഷൻ ഉണ്ട്, അതിൽ മോളൊരു വെർഷൻ എടുത്ത് പാടി. നന്നായിരുന്നു. എനിക്ക് തോന്നിയത് പല്ലവിയാണ്. ശ്രുതിയുടെ ഒരു പ്രശ്നം തോന്നി പല്ലവിയിൽ. ബാക്കി എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഒരു നല്ല രസമായിട്ട് വന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മോളെ ചില ഈ കുരുന്ന ചുണ്ടിലോ അതൊക്കെ ഇല്ലേ, ഒരു രസം. ഒന്ന് പാടാവുന്ന കൊഞ്ചലും നുറുങ്ങു കൊഞ്ചലിൽ നിറഞ്ഞൊരമ്മയും ഒരമ്മതൻ മനം കുളിർന്ന ഹാസവും ആനന്ദത്തേനിമ്പത്തേരിൽ ഞാനേ മാനത്തുടങ്ങിങ്ങൊന്നോടിക്കോട്ടെ. ഓലത്തത്തെ ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാഞ്ചക്കം ചാടിക്കോട്ടെ. പൂങ്കവിൽ കിളന്നിൽ ഞാൻ ചാന്തു കൊണ്ടു ചാർത്തിടാം. എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ണും കൊണ്ടാപത്തും നീറ്റിടാതിടാ. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടുക. താങ്ക് യു സർ. ഈ പാട്ട് ഇവിടെ പാടുമ്പോൾ ബിച്ചു സാറിനെ ഒരിക്കൽ കൂടി ഓർക്കാണ്. ബിച്ചു സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് കൊച്ചിലെ ബിച്ചു സാറിന് ഒരു അനിയനുണ്ടായിരുന്നു. ആ അനിയന് സംസാരശേഷിയില്ലായിരുന്നു. അപ്പോൾ ബിജു സാറിന് അനിയനെ ബിജു സാറിനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ അനിയൻ്റെ പേര് ബാലഗോപാലൻ എന്നായിരുന്നു. ആ ശൈശവത്തിൽ തന്നെ സ്വന്തം അനിയനെ ബിജു സാറിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ എപ്പോഴും ബിജു സാറിന് മനസ്സിലുണ്ടായിരുന്നു, ഒരു വേദനയായിട്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അതാണ് ബാലഗോപാലനെ എണ്ണ തേപ്പിച്ച് പാടടി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ബിജു സാറിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഈ ഒരു അവസരത്തിൽ. ഇപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് ആ പോയിന്റിന്റെ ഇപ്പുറത്ത് ദി അതർ സൈഡ് ഓഫ് ദി കോയിൻ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ആയിട്ട് പാടിയതായിട്ട്. ആ ഒരു എൻജോയ്മെന്റ് അല്ലേ, അമ്മയുടെ എൻജോയ്മെന്റ്. അപ്പോൾ ബാക്കിൽ ഡാൻസേഴ്സ് അത് അങ്ങനെ പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും മോള് പാടുമ്പോഴത്തേക്കും മോള് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സംഗതികൾക്ക് നമ്മൾ കൂടുതൽ ഒരു സ്ട്രെസ് കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ അതിൽ കൂടുതൽ മ്യൂസിക്കാലിറ്റി കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിലൊരു ഫ്രിക്ഷൻ വരും, അത് നമ്മളെ പിടിച്ചു വരും. അത് വേണ്ടെന്നാ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പാട്ടി പറയുന്ന പോലെ തന്നെ നമ്മുടെ അമൃതക്കുട്ടി അറിഞ്ഞ് മുൻപോട്ട് വരട്ടെ, വളർന്ന് വളർന്ന് വലിയ കേമത്വത്തിലേക്ക് എത്തട്ടെ, ഗുരു കടാക്ഷമായി വരട്ടെ. അതിന് കൂടെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയുണ്ട്, അമ്മ തൻ അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം കാത്തിടേണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചിട്ട് എൻ്റെ അമ്മയുടെ ഓർമ്മയിൽ ഒരു മ്യൂസിക് ട്രിബ്യൂട്ട് സൗകുമാര്യം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീര ഇവന്റ് ആയിരുന്നു. അതായത് അമ്മയുടെ പേരിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു സംഗീത ഉത്സവമാണ്. അതിനി എല്ലാ വർഷവും തുടരും. അതെ, തീർച്ചയായിട്ടും. സോ ബ്യൂട്ടിഫുൾ. കാരണം വേറൊന്നുമല്ല, അമ്മയ്ക്ക് വേണ്ടി ഒരു മകൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണ്. അത് ഞാൻ കുട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. നമ്മൾ
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു1000 അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഏറ്റവും വലുതാണ് അമ്മയ്ക്കൊരു പ്രണാമം പോലെ സംഗീതാർച്ചന നടത്തുന്നത്. മകൻ സംഗീതത്തിൽ ഉയരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അപ്പം അമ്മയ്ക്ക് തിരിച്ച് എന്ത് കൊടുക്കാൻ പറ്റും? ഇത്രേ കൊടുക്കാൻ പറ്റും. യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ചേട്ടൻ അവിടെ സംസാരിച്ച് ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നനഞ്ഞു സത്യത്തിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ചേട്ടൻ അതിനുവേണ്ടി മാത്രം തിരുവനന്തപുരത്ത് വന്നു. അവിടെ ചേട്ടനും എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ നമ്മളെല്ലാം നമ്മുടെ അമ്മമാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പാട്ടും കൂടെയാണ്. അപ്പോൾ അമൃതയുടെ അമ്മയ്ക്കും നമ്മുടെ മീനുകുട്ടൻ്റെ അമ്മയ്ക്കും നമ്മുടെ എല്ലാവരുടെയും അമ്മമാർക്കും വേണ്ടി ഈ പാട്ട് കേട്ടു ആസ്വദിക്കാം. അമൃതവർഷിണി കുട്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായി പാടി. അപ്പൊ അമൃതവർഷിണിയോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അമൃതവർഷിണി രാഗം അറിയോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അമൃതവർഷിണി വൺ ഓഫ് മൈ ഫേവറേറ്റ് രാഗം അറിയോ? സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. അമൃതവർഷിണി രാഗത്തിൽ ഏറോളം പാട്ടുകളുണ്ട്. ഇതിലേ ഈ നോട്ട്സ് തമ്മിലുള്ള ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രൊപ്പോർഷനായിട്ട് പാടിയാൽ അത് മേഘത്തിൽ തട്ടി മഴ പെയ്യും എന്നാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള കീർത്തനാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ ആനന്ദാമൃതാകർഷിണി അമൃതവർഷിണി ആനന്ദാമൃതാകർഷിണി അമൃതവർഷിണി ആരാധി പൂജിതേ ശിവേ ഭവാനി ആനന്ദാമൃതകർഷിണി. എന്നറിയണ്ട, എൻ്റെ ഗുരുജി ബാലമുരളീകൃഷ്ണ അദ്ദേഹം കമ്പോസ് ചെയ്ത സാമഗാന സാർവഭൗമ സ്വാമി ത്യാഗരാജനാമ. ത്യാഗരാജസ്വാമികളാണ് നമ്മൾക്ക് ഒരുപാട് സംഗീതം തന്നിട്ടുള്ള. ത്യാഗരാജസ്വാമികൾ കാരണമാണ് കർണാടക സംഗീതമേ നിൽക്കുന്നതെന്ന് പറയും. ഈ മഹിള നീ കൃതുലനോ, ഈ ലോകത്ത് നിന്റെ കൃതി ഇല്ലാതെ പാടി പാടി പേരുധനമോ ഗാനപത്മ സാമഗാന സാർവഭൗമ. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, പാടിക്കൊണ്ടു പോവാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ആ അമൃത്സിന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തരുന്നു 97 out of 100. താങ്ക് യു സർ. അമൃത കുട്ടിക്ക് സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ സുപ്രീം ടുഡേ. ആടിയൊരു ബാലഗോപാലൻ പൂക്കുറ്റി. Congratulations, you are awarded a Supreme. താങ്ക് യു സർ. താങ്ക് യു അമൃത കുട്ടി. ബൈ.